ബി.ജെ.പിക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ കൊള്ളിവെച്ച് മുഖ്യമന്ത്രി മമതാ ബാനർജി രംഗത്ത്. സ്വാതന്ത്ര്യ സമര സേനാനികളെ അപമാനിക്കാനാണ് ഇവർ ശ്രമം നടത്തുന്നത്. അവരുടെ സ്വപ്നം തകർത്തത് ബി.ജെ.പിയാണ്. ഇന്ത്യയുടെ ചരിത്രം തന്നെ മാറ്റി എഴുതാനാണ് ഇവർ ശ്രമിക്കുന്നത് എന്നതാണ് ഇപ്പോൾ മമത ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. എന്നാൽ മമതയാകട്ടെ ഇപ്പോൾ വലിയ രീതിയിൽ ദുർബലയായി തന്നെ അവിടെ നിൽക്കുകയാണ്. ഉടൻ തന്നെ അധികാര കസാരയിൽ നിന്നും പുറത്ത് പോകുമെന്നതിലും സംശയമില്ല. അത് മനസ്സിലായതോട് കൂടി തന്നെ ഇപ്പോൾ ബി.ജെ.പിക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് മമത അഴിച്ചുവിടുന്നതും. ബംഗാളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ റാലിയിൽ പങ്കെടുക്കാനെത്തിയ ലക്ഷക്കണക്കിന് ആളുകളെ കണ്ട് വലിയ രീതിയിൽ അങ്കലാപ്പിലാവുകയാണ് മമത ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ മമതാ സർക്കാർ ആകട്ടെ കൂടുതൽ പ്രതിരോധത്തിലാകുന്ന ഒരു കാഴ്ചയും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ചുകൊണ്ട് നടത്തിയ കൊൽക്കത്തയിൽ നടന്ന ചടങ്ങിനിടെ സംസാരിക്കവെയാണ് മമത ബി.ജെ.പിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. നേതാജി സുഭാഷ് ചന്ദ്രബോസ്, മഹാത്മാഗാന്ധി, ബി.ആർ. അംബേദ്കർ തുടങ്ങിയ ദേശീയ പ്രതിഭകളെ ബി.ജെ.പി അപമാനിക്കുകയാണ് എന്നും കേന്ദ്രം രാജ്യത്തിന്റെ ചരിത്രത്തെ വികലമാക്കാൻ ശ്രമിക്കുകയാണ് എന്നതാണ് മമത ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ചരിത്രം മാറ്റി എഴുതാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. മഹാത്മാഗാന്ധി, രവീന്ദ്രനാഥ് ടാഗോർ, നേതാജി സുഭാഷ് ചന്ദ്രബോസ്, അതുപോലെ തന്നെ ബാബാ സാഹിബ് അംബേദ്കർ തുടങ്ങിയ മഹത് വ്യക്തികളോടുള്ള അനാദരവും നന്ദികേടും ഭരണതലത്തിൽ തന്നെ പ്രകടമാണ് എന്നതാണ് മമത ആരോപിക്കുന്നത്. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്വപ്നങ്ങൾ ബി.ജെ.പി തകർക്കുകയാണ് എന്നും അതുപോലെ തന്നെ നേതാജിയുടെ സംഭാവനകൾ വിലമതിക്കാനാകാത്തതാണെങ്കിലും അദ്ദേഹത്തിന്റെ ജന്മദിനം ഇതുവരെ ഒരു ദേശീയ അവധിയായി തന്നെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നതാണ് അവർ കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. സർദാർ വല്ലഭായ് പട്ടേൽ മുതൽ നേതാജി വരെയുള്ളവർക്ക് സ്വപ്നം കണ്ട സ്വതന്ത്ര ഇന്ത്യ അതില്ലാതാക്കുകയാണ് ഇപ്പോൾ രാജ്യത്തിന്റെ ചരിത്രവുമായി ബന്ധമില്ലാത്ത പുതിയ ചരിത്രം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് ബി.ജെ.പി ചെയ്യുന്നതെന്നും അവർ ഇവിടെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ പട്ടിക പുതുക്കുന്ന ആ നടപടിയെയും മമത രൂക്ഷമായി തന്നെ വിമർശിച്ചു. നേതാജി ഇന്ന് ജീവിച്ചിരുന്നുവെങ്കിൽ പോലും അദ്ദേഹത്തോട് പൗരത്വം തെളിയിക്കാൻ അധികൃതർ ആവശ്യപ്പെടുമായിരുന്നുവെന്ന് അവർ പരിഹസിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്തു. നേതാജിയുടെ പേര് കൂടി ചന്ദ്രകുമാർ ബോസിന്റെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിപ്പിച്ചത് ഇതിനുദാഹരണമായി എന്നതാണ് ചൂണ്ടിക്കാട്ടുന്നത്. അതേപോലെ തന്നെ SAR നടപടിക്കിടെ തന്നെ 110-ലധികം ആളുകൾ മരിച്ചുവെന്നും ഇതിന്റെ ഉത്തരവാദിത്തം തിരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര സർക്കാരും ഏറ്റെടുക്കണമെന്നതാണ് അവർ ആവശ്യപ്പെടുന്നത്. കേന്ദ്രത്തെ ആകട്ടെ വലിയ രീതിയിൽ ഒരു ഗൂഢാലോചനയുടെ നഗരം എന്ന് വിശേഷിപ്പിച്ച മമത ബംഗാളിന്റെ സംസ്കാരവും ഭാഷയും സംസാരിക്കാൻ ബംഗാളിലെ ജനങ്ങൾ ഒന്നിക്കണമെന്നതായിരുന്നു അവർ വ്യക്തമാക്കിയതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.